കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം അനുഗ്രഹമേറിയ ഈ നല്ല പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ വേർതിരിച്ച ഈ ഒരു മാസത്തിൽ പവർ വിഷൻ്റെ പ്രേക്ഷകരായി വിവിധ ടൈം സോണുകളിലിരുന്ന് ഭവനങ്ങളിലായി വിവിധയിടങ്ങളിലായി ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ സെക്ഷൻ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ, അനുഗ്രഹമേറിയ ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഈ രാവിലെ സമയം അറിയിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ പ്രാർത്ഥന എന്ന വിഷയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ ഒരുമിച്ച് ദൈവ വചന ചിന്തയിലേക്ക് ഇന്ന് പകൽ പ്രവേശിക്കാൻ വേണ്ടി പോകുകയാണ്. ഈ പകലിലെ ദൈവവചന ചിന്തയ്ക്കായി കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. നിങ്ങളിലൊരുത്തനായി ക്രിസ്തുവേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നിങ്ങൾക്കും ലവോദിക്കക്കാർക്കും ഹീരപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഇന്ന് പകലിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥന എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ദൈവ വചനത്തിൻ്റെ ചിന്തകൾ കൈമാറാൻ പ്രാർത്ഥനയോടെ ഞാനായിരിക്കുന്നത്. പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങൾ 5 ലേഖനകർത്താക്കളാൽ എഴുതിയതാണ്. ആ 21 ലേഖനങ്ങളെ പഠനത്തിൻ്റെ സൗകര്യാർത്ഥം 3ആയി തിരിച്ചിട്ടുണ്ട്. സഭാലേഖനമെന്നും വ്യക്തിലേഖനമെന്നും പൊതുലേഖനമെന്നും. എന്നാൽ എവിടെ വെച്ച് എഴുതിയെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 4 ലേഖനങ്ങളെ കാരാഗ്രഹ ലേഖനങ്ങളായിട്ടും തിരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വ്യക്തികളെയോ ലോക്കൽ സഭകളെയോ ഉദ്ദേശിക്കാതെ ആകമാനമുള്ള ദൈവസഭയെ മുഴുവനായി പ്രതിനിധാനം ചെയ്ത് എഴുതിയിരിക്കുന്ന ലേഖനങ്ങളാണ് പൊതുലേഖനങ്ങളെങ്കിൽ, പ്രത്യേക സഭയ്ക്ക് എഴുതിയ ലേഖനങ്ങളാണ് സഭാലേഖനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അക്ഷയനായ ദൈവത്തിൻ്റെ അപ്രതീക്ഷിത ഇടപെടൽ അനുഭവിച്ചറിഞ്ഞ അന്ന് മുതൽ ആത്മീക രണാങ്കണത്തിൽ അപ്പോസ്തോലനായ പൗലോസ് തൻ്റെ ശുശ്രൂഷ കാലയളവിൽ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് താൻ അടർത്തിയെടുത്ത വരികൾ തൻ്റെ തൂലികയിലൂടെ സഭകൾക്ക്, വിശേഷാൽ 7 സഭകൾക്ക് എഴുതിയ ലേഖനങ്ങളാണ് സഭാ ലേഖനങ്ങൾ എന്ന പേരിൽ നമ്മൾക്കറിയാൻ കഴിയുന്നത്. അങ്ങനെ താൻ എഴുതപ്പെട്ട ഈ 7 സഭാ ലേഖനങ്ങൾ ഉപദേശപരമായ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എഴുതിയ കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഉപദേശ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെയെങ്കിൽ റോമാലേഖനം പ്രതിദാനം ചെയ്യുന്നത്, നമ്മെ ഓർപ്പിക്കുന്നത് വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ചാണ്. 1-2 കൊരിന്ത്യ ലേഖനം വിശുദ്ധീകരണത്തെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ, ഗലാത്യ ലേഖനം ക്രിസ്തുവേശുവിലെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. എഫേസ്യ ലേഖനം ആത്മനിറവിൻ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ, ഫിലിപ്പ് ലേഖനം കഷ്ടതയിലുള്ള സന്തോഷത്തെക്കുറിച്ച് പറയുന്നു. നമ്മൾ വായിച്ച കൊലോസ്യ ലേഖനം ക്രിസ്തുവേശുവിലുള്ള പരിപൂർണത എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കുന്നു. ഒടുവിലത്തെ സഭാലേഖനമായ തെസ്സലോനിക്ക ലേഖനം 1-2 തെസ്സലോനിക്ക ലേഖനം കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച്, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രതിദാനം ചെയ്യുന്നു. ഇങ്ങനെ 7 സഭാലേഖനങ്ങളും ചില പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കി അപ്പോസ്തോലനായ പൗലോസ് എഴുതിയതിന് ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്, ചില അനുഭവങ്ങളുണ്ട്, ചില ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്. അതിലേക്ക് ഇന്ന് പകൽ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ കൊലോസ്യ ലേഖനത്തിൻ്റെ പ്രാധാന്യം നാം ചിന്തിച്ചാൽ, എഫേസ്യ ലേഖനം ക്രിസ്തുവിൻ്റെ സഭയെ വരച്ച് കാണിക്കുമ്പോൾ, കൊലോസ്യ ലേഖനം സഭയുടെ ക്രിസ്തുവിനെ വരച്ച് കാണിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. എഫേസ്യർ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെ വെളിപ്പെടുത്തുമ്പോൾ, വിവരിക്കുമ്പോൾ, കൊലോസ്യ ലേഖനം സഭയുടെ തലയായ ക്രിസ്തുവിനെയാണ് വിവരിക്കുന്നത്. അങ്ങനെ നാം മുൻപോട്ട് പോകുമ്പോൾ എഫസോസിൽ നിന്ന് 160 കിലോമീറ്റർ കിഴക്ക് ലൈക്കസ് നദിയുടെ തീരത്ത് കാട്മസ് പർവ്വതത്തിൻ്റെ മടിത്തട്ടിൽ കറുത്ത കമ്പിളി രോമത്തിൻ്റെ കയറ്റുമതിയിലൂടെ സമ്പന്നമായൊരു പട്ടണമായിരുന്നു കൊലോസിയ പട്ടണം. ഒരു ശരീരവും തലയും തമ്മിൽ എങ്ങനെ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നോ അതുപോലുള്ളൊരു ബന്ധം എഫസോസ് പട്ടണവും
കൊലോസ്യ സഭയും തമ്മിലുണ്ട്. അതിനൊരു കാരണമുണ്ട്. അപ്പോസ്തോലനായ പൗലോസ് തൻ്റെ 3ാം മിഷണറി യാത്രയിൽ എഫെസോസ് പട്ടണത്തിലേക്ക് പ്രാർത്ഥനയോടെ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രവേശിക്കുകയാണ്. താൻ ഇവിടെ പ്രവേശിക്കുമ്പോൾ തൻ്റെ 2ാം മിഷണറി യാത്രയിൽ അവിടുള്ള ചില യഹൂദന്മാർക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ താൻ എഫെസോസിലെ പട്ടണത്തിൽ 3 വർഷം താൻ ശുശ്രൂഷിച്ചു. ആ 3 വർഷത്തെ ശുശ്രൂഷയുടെ പ്രാരംഭം 3 മാസക്കാലം താൻ വാക്കുകൊടുത്തതുപോലെ യഹൂദന്മാരുടെ പള്ളിയിലേക്കാണ് താൻ പോയത്. അങ്ങനെ പള്ളിയിൽ ചെന്ന് പ്രാഗൽഭ്യത്തോടെ പ്രാരംഭത്തിലെ 3 മാസം സമ്മാദിച്ചും സമ്മതിപ്പിച്ചും പ്രാഗൽഭ്യത്തോടെ തിരുവചനം സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ വളരെ ആവേശത്തോടെ, വളരെ ആദരവോടെ, തന്നെ വളരെ ആഗ്രഹത്തോടെ കൈക്കൊണ്ട ആലയത്തിൻ്റെ അകത്തുണ്ടായിരുന്ന, പള്ളിക്കകത്തുണ്ടായിരുന്ന ഒരു കൂട്ടം യഹൂദന്മാർ 3 മാസങ്ങൾ കഴിയാറായപ്പോൾ തനിക്ക് നേരെ തിരിയാനിടയായി തീർന്നു. തനിക്ക് നേരെ തിരിഞ്ഞ് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പള്ളിയിലുണ്ടായ യഹൂദന്മാരാലുണ്ടായ ചില പ്രശ്നങ്ങൾ നിമിത്തം അവിടെ എഫെസോസിൽ അവന് വേണ്ടി തുറക്കപ്പെട്ട പള്ളിയുടെ പടിവാതിലുകൾ പൗലോസിൻ്റെ ശുശ്രൂഷയുടെ മുൻപിൽ അടയ്ക്കപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനൊരു യാഥാർത്ഥ്യം വിളിച്ചു പറയാം. അവിടെ പള്ളിയുടെ പടിവാതിലുകൾ പൗലോസിന് മുൻപിൽ കൊട്ടിയടച്ചപ്പെട്ടപ്പോൾ പള്ളിയോട് ചേർന്ന് കിടക്കുന്ന തുറന്നോസിൻ്റെ പാഠശാലയുടെ പടിവാതിലുകൾ അവൻ്റെ ശുശ്രൂഷയുടെ വിശാലതയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം തുറന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പരിശുദ്ധാത്മാവിലൊരു ദൂത് വിളിച്ചു പറയാം. അകാരണമായ അസ്വസ്ഥതകൾ ആത്മീക ജീവിതത്തിൽ നമുക്ക് നേരിടുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അസാധാരണമായ വീര്യപ്രവർത്തികൾ നമ്മിലൂടെ ചെയ്യാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന്. ആദ്യത്തെ 3 മാസം വലിയ ആഗ്രഹത്തോടെ തുറക്കപ്പെട്ട ആ പള്ളിയുടെ പടിവാതിലുകൾ തനിക്ക് മുമ്പിൽ കൊട്ടിയടച്ചപ്പോൾ താൻ മനസ്സിൽ കരുതി കാണും, എൻ്റെ ദൈവമേ, എൻ്റെ ശുശ്രൂഷ ഇവിടം കൊണ്ട് തീർന്നെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, പല വാതിലുകളും നമുക്ക് മുൻപിൽ കൊട്ടിയടയുമ്പോൾ ഓർത്തോണം, അതിനപ്പുറത്ത് വിശാലമേറിയ ഒരു ദൈവ പദ്ധതിയുടെ വാതിൽ നമുക്ക് വേണ്ടി എൻ്റെ ദൈവം തുറക്കുന്നുണ്ടെന്ന്. നീണ്ട 2 വർഷത്തേക്ക് ഇവിടുതാ പൗലോസിന് വേണ്ടി തുറന്നോസിൻ്റെ പാഠശാല എൻ്റെ ദൈവം തുറന്നു കൊടുത്തെങ്കിൽ, ആത്മാവിൽ ഇന്നു പകൽ ഞാൻ വചനത്തിൻ്റെ വെളിപ്പാട് ദൂത് പറയാം. ഒരു വഴി നമുക്കടഞ്ഞെങ്കിൽ അതിനപ്പുറത്ത് അത്ഭുതകരമായ മറ്റൊരു വഴി തുറക്കാൻ കഴിയുന്നവനാണ് എന്നെയും നിങ്ങളെയും ശുശ്രൂഷയ്ക്ക് വിളിച്ചതെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും ഭാരപ്പെടണ്ട. തുറന്നോസിൻ്റെ പാഠശാല അവന് വേണ്ടി തുറക്കപ്പെട്ടതുപോലെ നമുക്ക് വേണ്ടി നാം അറിയാത്ത, പ്രതീക്ഷിക്കാത്ത ദൈവിക വഴികൾ തുറക്കാൻ ശക്തനായ ദൈവമാണ്. അങ്ങനെ തുറന്നോസിൻ്റെ പാഠശാല പൗലോസിന് വേണ്ടി നീണ്ട 2 വർഷത്തേക്ക് തുറന്നു. അയോണിയൻ നഗരങ്ങളിൽ വേനൽക്കാലങ്ങളിൽ പകൽ 11 മണി മുതൽ വൈകിട്ട് 4 മണി വരെയുള്ള സമയം അവരാരും ജോലി ചെയ്യാറില്ല. ജോലിയൊക്കെ നിർത്തിയിട്ട് വിശ്രമത്തിനുള്ള സമയമാണ്. ഈ സമയമാണ് അപ്പോസ്തോലനായ പൗലോസ് രാത്രി മുഴുവൻ കൂടാരപ്പണി ചെയ്ത് രാവിലെ 11 മണി മുതൽ വൈകിട്ട് 4 മണി വരെയുള്ള സമയം തുറന്നോസിൻ്റെ പാഠശാലയിൽ പ്രാഗൽഭ്യത്തോടെ ദൈവവചനം ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു. ആസിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആ പട്ടണത്തിലേക്ക് കടന്നു വന്നിരുന്ന അനേകർ ഈ വേനൽക്കാലത്തെ ചൂട് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് തുറന്നോസിൻ്റെ പാഠശാലയിൽ വിശ്രമത്തിനായി വരിക പതിവായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ വിശ്രമത്തിനായി തുറന്നോസിൻ്റെ പാഠശാലയിലേക്ക് കടന്നു വന്ന യഹൂദന്മാരും കച്ചവടത്തിനായി ആസയിൽ നിന്നും വിവിധ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നും കടന്നു വന്ന പ്രിയപ്പെട്ടവർക്ക് 2 വർഷത്തോളം സുവിശേഷം അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം അപ്പോസ്തോലനായ പൗലോസ് കൈമാറുകയാണ്. അങ്ങനെ ഈ 2 വർഷക്കാലം നിരന്തരമായി കേട്ടുകൊണ്ടിരുന്ന തിരുവചനത്തിലൂടെ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവഭാഗത്തേക്ക് താൻ കടന്നു വന്ന അല്ലെങ്കിൽ ദൈവഭാഗത്തേക്ക് വന്ന പ്രധാനപ്പെട്ട വ്യക്തികളായിരുന്നു എപ്പഫ്രാസും തിഹിക്കോസും അതുപോലെ സമ്പന്നനായ ഫിലേമോൻ തുടങ്ങിയവർ. ഇവരെല്ലാം കൊലോസിയിൽ നിന്നും അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് തുറന്നോസിൻ്റെ പാഠശാലയിൽ വന്ന് പൗലോസിനെ കേട്ട് വിശ്വാസത്തിൻ്റെ ആദ്യ ചുവടുകൾ വെച്ചവരായിരുന്നു. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എപ്പഫ്രാസ് ഈ അനുഭവത്തിലേക്ക് വന്നിട്ട് തൻ്റെ സ്വന്തം പട്ടണമായ കൊലോസിയിലേക്ക് മടങ്ങിപ്പോയി. തൻ്റെ സ്വന്തം പട്ടണമായ കൊലോസിലേക്ക് മടങ്ങിപ്പോയിട്ട് അവിടെ താനൊരു സഭ സ്ഥാപിച്ചു. ആ സഭയാണ് കൊലോസ്യ സഭ എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുന്നത്. അതിനോട് ചേർന്ന് കിടക്കുന്ന ലവോദിക്കയും ഹീരപ്പൊലീസ് സഭയും സ്ഥാപിച്ചതും എപ്പഫ്രാസ് എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ കൊലോസിയിൽ സ്ഥാപിതമായ സഭ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ, അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത് എഫെസോസ് പട്ടണവും
കൊലോസ്യ സഭയും തമ്മിൽ, ഒരു ശരീരത്തിൻ്റെ തലയും ശരീരവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് പോലെ അഭേദ്യമായ ബന്ധമുണ്ട്. കാരണം കൊലോസ്യ സഭയുടെ സ്ഥാപനത്തിന് മുഖാന്തരമായത് 3 വർഷത്തോളം പൗലോസിൻ്റെ എഫെസോസിലെ ശുശ്രൂഷയാണെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, നമ്മൾ പ്രയാസത്തോടെ ചെയ്യുന്ന ഒരു വേലകളും നഷ്ടമായി പോകില്ല. നമ്മൾ ഏൽക്കുന്ന വെയിലും നമ്മൾ പറയുന്ന സുവിശേഷവും നമ്മൾ അറിയിക്കുന്ന ദൈവിക സന്ദേശങ്ങളും ഒരു കാലത്തും നഷ്ടമാകില്ല. അതിന്നല്ലെങ്കിൽ നാളെ സഭകളായും വിശ്വാസികളായും കുടുംബങ്ങളായും മാറ്റപ്പെടുമെന്ന യാഥാർത്ഥ്യമാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ കൊലോസിലെ സഭ സന്തോഷത്തോടെ വളർന്നു വരാൻ തുടങ്ങി. വർഷങ്ങൾ പലത് കഴിഞ്ഞു. പൗലോസിനോട് ദൈവത്തിൻ്റെ ആത്മാവ് അറിയിച്ചതുപോലെ പൗലോസ് ഇപ്പം റോമിലെ കാരാഗ്രഹത്തിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ പൗലോസ് യെരുശലേമിൽ ഒരു രാത്രിയിൽ പരിശുദ്ധാത്മാവ് അവനോട് വന്നിട്ട് പറഞ്ഞു, പൗലോസേ, നീ യെരുശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ റോമയിലും എന്നെ സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന ദൈവിക വാഗ്ദത്തം കേട്ടു. പക്ഷെ മുൻപോട്ടുള്ള യാത്രയിൽ പ്രതിസന്ധികളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും വരുമ്പോൾ പൗലോസ് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നുണ്ടായിരിക്കും, എൻ്റെ തലയ്ക്കുമീതെ ഞാൻ റോമിൽ അവനെ സാക്ഷിക്കുമെന്ന വാഗ്ദത്തം കിടക്കുന്നുണ്ടല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് വചനത്തിൻ്റെ തെളിവ് ഞാൻ പറയാം. 28-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിട്ടുണ്ട്, അങ്ങനെ പൗലോസ് റോമയിൽ എത്തുമെന്ന് പറഞ്ഞ വാഗ്ദത്തം പൗലോസിന്റെ തലയ്ക്കുമീതെ ഉള്ളിടത്തോളം കാലം ഒരു ഈശാനമൂലനും ഒരു കപ്പൽ ഛേദകത്തിനും ഒരു പ്രതിസന്ധികൾക്കും അവനെ തകർക്കാൻ കഴിയില്ലെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ എത്രയെല്ലാം വലുതാണെങ്കിലും വാഗ്ദത്തം ചെയ്തതെൻ്റെ ദൈവമാണെങ്കിൽ, ആലോചന പറഞ്ഞതെൻ്റെ അപ്പനാണെങ്കിൽ, അതിലേക്ക് എത്തിക്കാൻ എൻ്റെ ദൈവം മതിയായ ദൈവമാണ്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ചില വർഷങ്ങൾക്ക് ശേഷം ഞാൻ നിങ്ങളുടെ ചിന്തകളെ റോമിലെ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോസ്തലനായ പൗലോസിന് സഹതടവുകാരിൽ നിന്ന് മാറി താമസിക്കാൻ ഒരനുവാദം കിട്ടി. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ താൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ ഏകദേശം 2 വർഷത്തോളം ദൈവവചനത്തെക്കുറിച്ചും ദൈവവചനത്തെ കൃത്യമായി പഠിപ്പിക്കാൻ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കാൻ പൗലോസിന് അനുവാദം കൊടുത്തു. അങ്ങനെ താൻ റോമിലെ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ തന്നോടൊപ്പം ആ കാരാഗ്രഹത്തിൻ്റെ മുറികളിൽ താൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ തന്നോടൊപ്പം ചില പ്രിയപ്പെട്ടവരുണ്ടെന്ന് പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. തിമത്തിയോസ്, ലൂക്കോസ്, മർക്കോസ്, തിഹിക്കോസ്, സഹബദ്ധരായ അരിസ്തർഹോസ്, എപ്പഫ്രാസ്, ഒനേസിമോസ് തുടങ്ങിയവർ. ശ്രദ്ധിക്കണം, ഏകദേശം 2 വർഷത്തോളം ഈ റോമിലെ കാരാഗ്രഹത്തിൽ താൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ ഇങ്ങനെ കഴിയുമ്പോൾ കൊലോസി സഭയുടെ സ്ഥാപകനായ എപ്പഫ്രാസും പൗലോസിനോട് ഒരുമിച്ച് അവിടെ നമുക്ക് കാണാൻ കഴിയും. എപ്പഫ്രാസിനെ കുറിച്ച് 3 വാക്യങ്ങൾ മാത്രമേ, 3 പ്രധാനപ്പെട്ട ഇടങ്ങളിൽ മാത്രമേ തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയൂ. കൊലോസി ലേഖനത്തിൽ 2 ഇടങ്ങളിൽ, അതിലൊരു സ്ഥലമാണ് നമ്മൾ വായിച്ചത്, മറ്റൊന്ന് ഫിലോമോന്റെ ലേഖനത്തിലാണ്. ഈ 2 ഇടങ്ങളിലും എപ്പഫ്രാസ് ആരാന്ന് പറയുന്നുണ്ട്. പൗലോസ് ഒന്ന് പറയുന്നത് അവൻ ഫെല്ലോ സെർവൻ്റ് എന്നാണ്, സഹഭൃത്യൻ എന്ന് പറയുന്നുണ്ട്. ഫിലോമോന്റെ ലേഖനത്തിൽ പറയുന്നത് അവൻ ഫെല്ലോ പ്രിസണർ എന്നാണ്, എന്ന് പറഞ്ഞാൽ സഹബദ്ധൻ എന്നാണ്. അർത്ഥാൽ ഈ റോമിലെ കാരാഗ്രഹത്തിൽ ആരും കൂടെ തന്നോടൊപ്പം സഹതടവുകാരനായി എപ്പഫ്രാസും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നീണ്ട 2 വർഷത്തെ കാലഘട്ടത്തിൽ എൻ്റെ ചിന്ത ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് തരാം. എൻ്റെ മനസ്സിൽ വന്ന ചിന്ത ഇങ്ങനെയാണ്. പലപ്പോഴും ഈ തടവിൽ പൗലോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴും പൗലോസ് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴും മിക്കവാറും സമയങ്ങളിലൊന്നും എപ്പഫ്രാസിനെ കാണാറില്ല. എപ്പഫ്രാസിനെ ഇങ്ങനെ കാണാതാകുമ്പോൾ താനിങ്ങനെ അന്വേഷിക്കാറുണ്ട്. താനിങ്ങനെ മുഖമൊക്കെ മ്ലാനമായിട്ട് വല്ലാത്ത വിഷമത്തിലൂടെ ഇങ്ങനെ പോകുന്ന ചിന്ത കണ്ടപ്പം ഞാൻ വിശ്വസിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് എഫെസോസിൽ താൻ കഷ്ടപ്പെട്ട് വേല ചെയ്തപ്പം തനിക്ക് കിട്ടിയ മോനാണല്ലോ, ആത്മീയ മകനാണല്ലോ എപ്പഫ്രാസ്. അവനെ വിളിച്ചിട്ട് ചോദിച്ചു കാണാം. എൻ്റെ ചിന്തയാണ് പറയുന്നത്, ബൈബിളിൽ അങ്ങനെ കൊടുത്തിട്ടില്ല. വിളിച്ചിട്ട് ചോദിച്ചു കാണാം, എപ്പഫ്രാസേ, എന്തുകൊണ്ടാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിൻ്റെ മുഖം ഇങ്ങനെ മ്ലാനമായിരിക്കുന്നത്? തൻ്റെ മനസ്സ് താനിങ്ങനെ തുറന്ന് പൗലോസിനോട് പറഞ്ഞു. പൗലോസിന് അപ്പോഴാണ് മനസ്സിലായത് എപ്പോഴും ഈ എപ്പഫ്രാസിനെ കാണാൻ കഴിയാത്തതിൻ്റെ കാര്യം ഇവൻ മാറിപ്പോയിട്ട് കരയുകയാണ്, മാറിപ്പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ?
താൻ ഇവിടെ നിന്ന് സുവിശേഷം കേട്ട് എഫെസോസിൽ നിന്ന് തൻ്റെ പട്ടണമായ കൊലോസിലേക്ക് പോയിട്ട് താൻ സ്ഥാപിച്ച സഭയായ കൊലോസ്യ സഭ ആദ്യത്തിൽ വളരെ സന്തോഷത്തോടെ വളർന്നുകൊണ്ടുവന്ന ഒരു സഭയായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? ആ വളർന്നുകൊണ്ടുവരുന്ന കാലഘട്ടത്തിൻ്റെ ഇടയിൽ ദുരുപദേശങ്ങളും ചില നവീന ഉപദേശങ്ങളും കൊലോസ്യ സഭയ്ക്കകത്ത് പ്രവേശിക്കാനിടയായി തീർന്നു. ജ്ഞാനവാദവും തത്വജ്ഞാനത്തിൻ്റെ പഠിപ്പിക്കലുകളും അതുപോലെ ഭക്ഷണം സംബന്ധിച്ച ശബത്ത് സംബന്ധിച്ച യഹൂദൻ്റെ തെറ്റായ പഠിപ്പിക്കലുകളും കൊണ്ട് സഭയുടെ വളർച്ചയെ, സഭയുടെ ഉന്നമനത്തെ തകർക്കുന്ന ദുരുപദേശത്തിൻ്റെ വിത്തുകൾ കൊലോസ്യ സഭയ്ക്കകത്ത് മുളച്ചു വരാൻ തുടങ്ങി. ഈ സന്ദേശവും ഈ സഭയെക്കുറിച്ചുള്ള അറിവുകളും എപ്പഫ്രാസ് പൗലോസിനോട് പറയുകയാണ്. നീണ്ട വർഷങ്ങൾ, ഏകദേശം 1-2 വർഷങ്ങൾ അവരെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എപ്പഫ്രാസിൽ നിന്ന് കൊലോസ്യ സഭയെക്കുറിച്ചുള്ള വിവരങ്ങൾ പൗലോസ് ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് അന്വേഷിച്ചു, പല പ്രാവശ്യമായിട്ട് കേട്ടു. ഇതുവരെയും കൊലോസിലുള്ള ദൈവമക്കളെ പൗലോസ് കണ്ടിട്ടില്ല. പൗലോസ് അവരെ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ നേരിട്ട് കാണാത്ത കേട്ടറിവ് മാത്രമുള്ള കൊലോസ്യ സഭയെക്കുറിച്ച് അതിൻ്റെ സ്ഥാപകനായ എപ്പഫ്രാസ് പറഞ്ഞ വാക്കുകളെ കേട്ടിട്ട് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്താനായിട്ട് പൗലോസ് എഴുതി തിഹിക്കോസിൻ്റെയും ഒനേസിമോസിൻ്റെയും കയ്യിൽ ഫിലോമോൻ്റെ അടുക്കിലേക്ക് അവർ പോയപ്പോൾ, കൊലോസിക്കാരനായ ഫിലോമോൻ്റെ അടുക്കിലേക്ക് തിഹിക്കോസും ഒനേസിമോസും പോയപ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തുവിട്ട ലേഖനമാണ് ഈ കൊലോസി ലേഖനം. ഇനി ആ കൊലോസി ലേഖനത്തിലേക്ക് നമ്മൾ പ്രാർത്ഥനയോടെ പ്രവേശിക്കുമ്പോൾ, ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളെ ഓർപ്പിച്ചല്ലോ, എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥനയാണ് ഇന്ന് പകലിൽ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. ഈ കൊലോസി ലേഖനത്തിലേക്ക് വരുമ്പോൾ കൊലോസി ലേഖനത്തിൽ 2 പ്രാർത്ഥനകൾ, 3 വ്യക്തികളുടെ 2 പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രാർത്ഥനയോടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ, ബൈബിളിലുള്ള പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങളത് നോക്കണം. ഈ കൊലോസി ലേഖനം 1-ാം അധ്യായം ആരംഭിക്കുന്നത് അപ്പോസ്തോലനായ പൗലോസിൻ്റെയും തിമത്യോസിൻ്റെയും പ്രാർത്ഥന കൊണ്ടാണെങ്കിൽ 4-ാം അധ്യായം പര്യവസാനിക്കുന്നത് എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. ഈ 2 പ്രാർത്ഥനകളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്, അപ്പോൾ തന്നെ വ്യത്യാസമുണ്ട്. 1-ാം അധ്യായത്തിൽ അപ്പോസ്തോലനായ പൗലോസും തിമത്യോസും പ്രാർത്ഥിക്കുന്നത് കൊലോസിലുള്ള ദൈവസഭയെക്കുറിച്ച് കേട്ട അറിവിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, 4-ാം അധ്യായത്തിൽ എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്നത് കൊലോസ്യ സഭയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ നേരിട്ട് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയെങ്കിൽ കേട്ടിട്ട് നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നേരിട്ട് പ്രശ്നങ്ങൾ കണ്ട് അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് തമ്മിൽ വളരെ അഭേദ്യമായ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ ബന്ധവുമുണ്ട്. അതുപോലുള്ള വിഷയങ്ങൾ എപ്പഫ്രാസ് പൗലോസിനോട് പറഞ്ഞപ്പോൾ 1-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരണം. ഇനി അല്പനിമിഷം നമ്മൾ ഈ കൊലോസ്യ സഭയെക്കുറിച്ച്, അതിൻ്റെ പ്രാരംഭഘട്ടങ്ങളെക്കുറിച്ച് എപ്പഫ്രാസ് പറഞ്ഞ വിഷയങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടി പോകുകയാണ്. അതിൻ്റെ 1-ാം അധ്യായം 3-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു, സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഭരിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. അപ്പോൾ ഈ കൊലോസ്യ ദൈവമക്കളുടെ പ്രത്യേകത എന്തെന്നറിയാമോ? സുവിശേഷത്തിൻ്റെ സത്യവചനം അവർ കേട്ട സമയം മുതൽ അവർക്ക് ഹൃദയത്തിൻ്റെ അകത്ത് സ്വർഗത്തിൽ സംഗ്രഹിച്ച ഒരു പ്രത്യാശയുണ്ടായിരുന്നു. അവർ പ്രത്യാശയുള്ളവരായിരുന്നു. തീർന്നില്ല. അടുത്തത് അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, 4-ാം വാക്യം, ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ വിശ്വാസം. അപ്പൊ കൊലോസിലുള്ളവർ പ്രത്യാശയുള്ളവർ മാത്രമല്ല, വിശ്വാസമുള്ളവരായിരുന്നു. വിശ്വാസത്തെയും തീർന്നില്ല, 3-ാമത് പറയുന്നുണ്ട്, സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ചിട്ട് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ തടവറയ്ക്കകത്ത് വന്നപ്പോൾ എപ്പഫ്രാസ് പറഞ്ഞ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എപ്പഫ്രാസ് അവരോട് പറഞ്ഞു കൊടുത്ത 3 കാര്യം പറഞ്ഞ്, അവർ പ്രത്യാശയുള്ളവരാണ്, അവർ വിശ്വാസമുള്ളവരാണ്, അവർ വിശുദ്ധന്മാരുടെ സ്നേഹമുള്ളവരാണ്. തീർന്നില്ല, അതിൻ്റെ താഴത്തേക്ക് വായിക്കുമ്പോൾ 6-ാം വാക്യത്തിലുണ്ട്, അവർ സർവ്വലോകത്തിനും
ഫലം കായ്ച്ചു കൊണ്ടിരിക്കുന്ന വർദ്ധിച്ചു വരുന്നൊരു സഭയാണ്. അപ്പം 4 പ്രത്യേകതകളുണ്ട് ഈ കൊലോസ്യ സഭയ്ക്കെന്ന് എപ്പഫ്രാസ് പറയുകയാണ് ആദ്യമേ പൗലോസിനോട്. എന്താ 4 പ്രത്യേകത? ഇവർ പ്രത്യാശയുള്ളവരാണ്, ഇവർ വിശ്വാസമുള്ളവരാണ്, ഇവർ സ്നേഹമുള്ളവരാണ്, ഇവർ സുവിശേഷം കേട്ട നാൾ മുതൽ സർവ്വലോകത്തിലും ഫലം കായ്ച്ച് വർദ്ധിച്ചു വരുന്നൊരു ദൈവസഭ. ഇന്ന് കാലഘട്ടത്തിൽ വർദ്ധിക്കുന്ന വിശ്വാസമുള്ള, പ്രത്യാശയുള്ള, സ്നേഹമുള്ള ഒരു ദൈവസഭ എന്ന് പറഞ്ഞാൽ ഒരു ദൈവസഭയ്ക്കുള്ള സകല ക്വാളിഫിക്കേഷനും നമുക്ക് കൊലോസ്യ ദൈവസഭയിൽ കാണാൻ കഴിയും. എന്നാൽ ഇത്രയെല്ലാം പ്രത്യേകതകൾ ഈ കൊലോസ്യ ദൈവസഭയ്ക്കുള്ളപ്പോഴും എന്തുകൊണ്ടാണ് പൗലോസും തിമത്തിയോസും അവർക്ക് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കുന്നത്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ അതിൻ്റെ താഴത്തേക്കുള്ള വാക്യങ്ങളിലുണ്ട്. 9 മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതു കേട്ട നാൾ മുതൽ, ഏത് കേട്ട നാൾ മുതൽ? തടവിലായ എപ്പഫ്രാസ് തങ്ങളോടുള്ള കൊലോസ്യ സഭകളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ട നാൾ മുതൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ. പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രധാനപ്പെട്ട തൻ്റെ പ്രാർത്ഥനയുടെ ചില വാക്കുകളുണ്ട്. 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പൗലോസ് അവിടെ പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾ അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. ഇത് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചോദ്യം എന്തെന്നറിയാമോ? ഇത്രയെല്ലാം പ്രത്യേകത ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പിന്നെയും ഈ കൊലോസ്യ സഭയ്ക്ക് വേണ്ടി തിമത്തിയോസും പൗലോസും എപ്പഫ്രാസും പ്രാർത്ഥിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. ഒരു വശത്ത് വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, മറുവശത്ത് ദുരുപദേശക്കന്മാർ എഴുന്നേറ്റിട്ട് ന്യൂനത ഉപദേശങ്ങൾ സഭയ്ക്കകത്തേക്ക് തള്ളിക്കയറിയിട്ട് അതിൻ്റെ വിത്തുകൾ പാകിയിട്ട് അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാ. ജ്ഞാനവാദം അതിൻ്റെ ശക്തിയോടെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്മീക ദർശനമുള്ള തലമുറയോട് ഞാൻ പറയാം, നാം ആയിരിക്കുന്ന ഈ കാലഘട്ടവും അതിൽ നിന്ന് വിഭിന്നമല്ല. ഒരു വശത്ത് വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും സഭ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, മറുവശത്ത് നവീന ഉപദേശങ്ങളും നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജഡത്തെ ഇക്കിളിപ്പെടുത്തുന്ന ജഡീക അഭിലാഷങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന സഭാ ഉപദേശങ്ങൾ, ന്യൂനതമായ കാഴ്ചപ്പാടുകളിലൂടെ സഭയിൽ ദുരുപദേശത്തിൻ്റെ വിത്തുകൾ ന്യൂ ജനറേഷൻ പോലുള്ള പല സാഹചര്യങ്ങളിൽ പാകിക്കൊണ്ടിരിക്കുമ്പോൾ, അതിൻ്റെ നടുവിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ സഭയുടെ നിലനിൽപ്പിന് വേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നവരാകണം. ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ശക്തമായി പ്രാർത്ഥിക്കുന്നത്. എന്താ പൗലോസ് പ്രാർത്ഥിക്കുന്നത്? പൗലോസിനോട് പറഞ്ഞു, സഭ ഒരു വശത്ത് വളർന്നുകൊണ്ടിരിക്കുക, സഭ മറുവശത്ത് ന്യൂനത ഉപദേശങ്ങളും ദുരുപദേശങ്ങളിലും പെട്ട് തകർന്നുകൊണ്ടിരിക്കുക. ഈ തകർച്ചയിൽ നിന്ന് അവർ പുറത്തു വരാൻ കേട്ട നാൾ മുതൽ പൗലോസും തിമത്തിയോസും കൂടെ ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. തടവറയിൽ കരങ്കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കുന്നതാകാം 1-ാം അധ്യായത്തിൽ പറയുന്നത്. അവരുടെ പ്രാർത്ഥനയിലെ വിഷയം എന്തെന്നറിയാമോ? അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അവർ പ്രാർത്ഥിക്കുക, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാമണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അപ്പൊ ചോദിക്കും, പ്രത്യാശയില്ലേ? സ്നേഹമില്ലേ? അവർക്ക് വിശ്വാസമില്ലേ? വർദ്ധിച്ചു വരികയല്ലേ? എന്നിട്ടും പ്രാർത്ഥിക്കുകയാണ് നിറഞ്ഞു വരണമെന്ന്. അതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? ഈ ദുരുപദേശങ്ങൾ സഭയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുമ്പോൾ പൗലോസും തിമത്തിയോസും കൂടെ കേട്ട നാൾ മുതൽ പ്രാർത്ഥിക്കുകയാ. അവൻ്റെ ഇഷ്ടത്തിൻ്റെ ദൈവസഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. രണ്ടവൻ പ്രാർത്ഥിക്കുക, പരിജ്ഞാനത്തിൽ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളർന്നു വരണം. ദൈവം ആരാണെന്നുള്ള അറിവിൽ വളർന്നു വരണം. ഗ്നോസ്റ്റിസിസം പഠിപ്പിക്കുന്നത് ദൈവം ഒരു ജ്ഞാനമാണെന്നാണ്. ജ്ഞാനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ ജ്ഞാനത്തിൻ്റെ പഠിപ്പിക്കലുകൾ, തത്വജ്ഞാനത്തിൻ്റെ പഠിപ്പിക്കലുകൾ പ്രബലമാകുന്ന കാലഘട്ടത്തിൽ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, തത്വജ്ഞാനത്തിന് മുകളിലുള്ള ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ദൈവസഭ വളർന്നു വരാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിലും ദൈവസഭയുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന ദുരുപദേശങ്ങൾക്കെതിരെ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, അവൻ്റെ ഇഷ്ടത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിറഞ്ഞു വരാനും വളർന്നു വരാനും ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നവരാകണം. തീർന്നില്ല. അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്ന 3-ാമത്തെ വിഷയമുണ്ട്.
പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. 1:11. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകുന്നു. 4 പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും പൗലോസ് പ്രാർത്ഥിക്കുക. ശ്രദ്ധിച്ച് കേട്ടെ, അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ദൈവസഭയെക്കുറിച്ച് കേട്ടറിവ് മാത്രമുള്ള പൗലോസ്, തൻ്റെ മുൻപിൽ ഒരു പിക്ചർ പോലും ഇല്ല സഭ എങ്ങനെയാണെന്ന്. ആ പൗലോസ് പ്രധാനപ്പെട്ട 4 വിഷയങ്ങൾക്ക് വേണ്ടി തിമത്തിയോസിനോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥന കൊണ്ട് ആരംഭിച്ച 1-ാമത്തെ അധ്യായത്തിൽ താൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങനെ വന്ന് പൗലോസ് നോക്കുമ്പോൾ പല സമയങ്ങളിൽ എപ്പഫ്രാസിനെ കാണാനില്ല. അങ്ങനെ താൻ ഈ കേട്ട വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊലോസ്യർക്ക് ലേഖനം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും പൗലോസ് കാണുന്ന കാഴ്ച എന്തെന്നറിയാമോ? മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു എപ്പഫ്രാസിനെയാണ്. അതിലേക്കാണ് ഞാൻ ഇന്ന് പകലിൽ നിങ്ങളുടെ വിലപ്പെട്ട ചിന്തകളെ പ്രാർത്ഥനയോടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത? നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് വായിച്ച വാക്യത്തിലേക്ക് നാം പ്രാർത്ഥനയോടെ വരികയാണ്. വായിച്ച വാക്യത്തിൽ ഇങ്ങനെയാണ്: നിങ്ങളിൽ ഒരുത്തനായി താൻ കൊലോസ്യർക്ക് ലേഖനം എഴുതി പര്യവസാനിപ്പിക്കാൻ തൻ്റെ കരങ്ങളിൽ ബന്ധനമുണ്ട്, തൻ്റെ കരങ്ങളിൽ ചങ്ങല ഉള്ളത് കൊണ്ട് താൻ മറ്റാരെ കൊണ്ട് എഴുതിപ്പിക്കുന്ന ചരിത്രം പറയുന്നത്. ഒടുവിൽ താൻ പറയുന്നുണ്ട്, പൗലോസായി എൻ്റെ സ്വന്തം കൈയാലെ വന്ദനം. ഒടുവിൽ പടയാളികളോട് പറഞ്ഞിട്ട് 1 മിനിറ്റത്തേക്ക് തന്നെ സ്വന്തം കൈ കൊണ്ട് താൻ എഴുതിയെന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ മറ്റൊരാളോട് പറഞ്ഞു കൊടുത്ത് തൻ്റെ എഴുത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോഴും പൗലോസ് നോക്കുമ്പം അപ്പുറത്തെ റൂമിൽ മാറിയിരുന്ന് കരയുന്ന ഒരു എപ്പഫ്രാസിനെ കാണാൻ കഴിയുകയാണ്. ഇവിടെ ഇതാ എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയിലേക്ക് ഞാൻ നിങ്ങളുടെ വിലപ്പെട്ട ചിന്തകളെ കൊണ്ടുവരികയാ. എന്താ എപ്പഫ്രാസിന്റെ മനസ്സിലുള്ളത്? താനൊരു ജീവിതത്തിൽ സുവിശേഷം പറഞ്ഞ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ദൈവസഭ ഒരു വശത്ത് വളർന്നുകൊണ്ടിരിക്കുമ്പോഴും സഭ അധപ്പതിച്ചു കൊണ്ടിരിക്കുക. എന്തുകൊണ്ട്? നവീന ഉപദേശം കൊണ്ട്, ദുരുപദേശം കൊണ്ട്, വ്യത്യസ്തമായ പഠിപ്പിക്കൽ കൊണ്ട് ആ ഭാരം തനിക്ക് താങ്ങാൻ കഴിയാതെ എപ്പഫ്രാസ് ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയിലേക്ക് നാം നോക്കുമ്പോൾ നമ്മൾ വായിച്ച 2 വാക്യത്തിൽ നിന്ന് 2 വ്യത്യസ്ത വീക്ഷണകോണിൽ നിന്നിട്ട് വേണം എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയെ നമുക്ക് നോക്കിക്കാണാൻ. ഒന്ന്, തൻ്റെ പ്രാർത്ഥനയുടെ വിഷയം പരമപ്രാധാന്യമാണ്. എന്തിനു വേണ്ടിയാണ് താൻ പ്രാർത്ഥിച്ചത് എന്ന് പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്. 2, തൻ്റെ പ്രാർത്ഥനയുടെ രീതിയാണ്, എങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ്. അതാ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയിൽ. ഒന്ന്, തൻ്റെ പ്രാർത്ഥനയുടെ വിഷയം എന്താണ്? പ്രധാനമായി എന്തിനു വേണ്ടിയാണ് താൻ പ്രാർത്ഥിക്കുന്നത്? ഞാൻ നിങ്ങളെ ഓർപ്പിച്ചല്ലോ, ചരിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ തന്നല്ലോ, കൊലോസ്യ സഭയുടെ സാഹചര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് കരുതിക്കൊണ്ട് എന്തിനു വേണ്ടിയാണ് താൻ പ്രാർത്ഥിക്കുന്നത്? തൻ്റെ പ്രാർത്ഥനയിലെ പരമപ്രധാനമായ 2 വിഷയങ്ങൾ. 1-ാമത്തെ വിഷയം, നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഇവിടെ പൗലോസ് അവനെ നോക്കി നിൽക്കുമ്പോൾ ഏകദേശം 1.5 വർഷം മുഴുവൻ പൗലോസ് നോക്കുമ്പോൾ കാണുന്നത് എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയം അവൻ കേൾക്കുന്നത് ഇങ്ങനെയാണ്. അവൻ പ്രാർത്ഥിക്കുന്ന 2 വിഷയങ്ങളേ ഉള്ളൂ. എപ്പഫ്രാസിന് കൊലോസ്യയെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ പ്രധാനമായ 2 വിഷയമേ ഉള്ളൂ. 1-ാമത്തെ വിഷയം താൻ പറയുകയാണ്, നിങ്ങൾ തികഞ്ഞവരാകണം. നിങ്ങൾ തികഞ്ഞവരാകണം. ഇതേ പ്രാർത്ഥനാ വിഷയം തന്നെയാണ് അപ്പോസ്തലനായ പൗലോസും തിമത്തിയോസും കൂടെ 1-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, 1-ാമത്തെ അധ്യായത്തിൽ പ്രാർത്ഥിച്ചത്. അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിങ്ങൾ നിറഞ്ഞു വരണം. അതുപോലെ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ വളർന്നു വരണം. ഈ വിഷയങ്ങളെല്ലാം കൂടെ എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയെ നോക്കിയിട്ട് ഒറ്റ വിഷയത്തിൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾ തികഞ്ഞവരാകണം. നിങ്ങൾ തികഞ്ഞവരാകണം. സുവിശേഷം കേട്ട നാളിൽ നിങ്ങൾക്ക് പ്രത്യാശയുണ്ടായിരുന്നു. സുവിശേഷം കേട്ട നാളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. സുവിശേഷം കേട്ട നാളിൽ വിശുദ്ധന്മാരോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടായിരുന്നു. നിങ്ങൾ വർദ്ധിച്ചു പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സഭയായിരുന്നു. പക്ഷെ എന്തു പറ്റി? എന്തോ സാഹചര്യം നിമിത്തം, ദുരുപദേശം നിമിത്തം സഭ ഇപ്പൊ തകർന്ന അനുഭവത്തിലാണ്. ആ അനുഭവത്തിൽ നിന്ന് എപ്പഫ്രാസിന്റെ പ്രാർത്ഥനാ വിഷയം ഇതാണ്, നിങ്ങൾ തികഞ്ഞവരാകണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, ഈ കാലഘട്ടത്തിൽ ദൈവസഭയുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ. ഈ തലമുറയുടെ നടുവിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ദൈവസഭ തികഞ്ഞവരായി നിൽക്കണം. പല ഉപദേശങ്ങളുടെ കാറ്റിനാൽ ആടി ഉലഞ്ഞ് സഭ മുൻപോട്ട് പോകുമ്പോൾ എപ്പഫ്രാസ് ഇവിടെ പ്രാർത്ഥിക്കുകയാ, നിങ്ങൾ തികഞ്ഞവരാകാൻ. അതാണ് തൻ്റെ പ്രാർത്ഥനയുടെ 1-ാമത്തെ വിഷയം. ഇനി തൻ്റെ പ്രാർത്ഥനയുടെ 2-ാമത്തെ വിഷയം എന്തെന്നറിയാമോ? ദൈവഹിതം സംബന്ധിച്ചൊക്കെയും
പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന്. ശ്രദ്ധിക്കണേ, തൻ്റെ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ വിഷയം എന്തിനു വേണ്ടിയാണ് താൻ പ്രാർത്ഥിക്കുന്നത്? ഒന്ന്, അവർ തികഞ്ഞവരാകാൻ പ്രാർത്ഥിക്കുക. രണ്ട്, ദൈവഹിതം സംബന്ധിച്ചൊക്കെയും അവർ പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് എപ്പഫ്രാസ് ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. എന്തിനാ? ദൈവഹിതം സംബന്ധിച്ച് അവർ പൂർണ്ണ അറിവുള്ളവരാകുന്നേ. പൗലോസിന്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കണം. 1-ാം അധ്യായത്തിലുള്ള നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടം കൊണ്ട്, അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. എന്ന് പറഞ്ഞാൽ ദൈവം ദൈവസഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആത്യന്തികമായ ഇഷ്ടമെന്താണെന്ന്, ഹിതമെന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെക്കുറിച്ച് പൂർണ്ണമായ ഒരറിവ് ദൈവസഭയ്ക്കുണ്ടാകാൻ എപ്പഫ്രാസ് പ്രാർത്ഥിക്കുകയാ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആകമാനമുള്ള ക്രൈസ്തവ സഭയോട്, വേർതിരിക്കപ്പെട്ട സമൂഹത്തോട് ഇന്ന് പകലും ഈ വചനത്തിൻ്റെ വെളിപ്പാടിൽ പറയാം, ദൈവസഭ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തിൽ നിന്ന് വഴിവിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്ന്, ആത്യന്തിക ഇഷ്ടം എന്താണെന്ന് അറിയാൻ, അതിൽ നിലനിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് എപ്പഫ്രാസ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. ദൈവഹിതം സംബന്ധിച്ച് നമുക്കൊരു പൂർണ്ണ അറിവുണ്ടായിരിക്കണം. പുതിയ പഠിപ്പിക്കലുകൾ വരുമ്പോൾ, പുതിയ സന്ദേശങ്ങൾ വരുമ്പോൾ, പുതിയ അറിവുകൾ വരുമ്പോൾ പുതുമ തേടി പലതിൻ്റെയും പുറകെ പോകാതെ, പല ഉപദേശങ്ങളുടെ പുറകെ പോകാതെ, ദൈവസഭയെക്കുറിച്ച്, തിരുസഭയെക്കുറിച്ച് അതിന് ജീവൻ നൽകി അതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞു വേണം ഞാനും നിങ്ങൾ മുൻപോട്ട് പോകാൻ. അതായിരുന്നു എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥനയുടെ വിഷയം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു സഭ വളർത്തിക്കൊണ്ടുവന്ന് അതിൻ്റെ പ്രാരംഭ സമയം മുതൽ അതിന് വില കൊടുത്ത്, ചുമൽ കൊടുത്ത് ഒരു സഭയെ വളർത്തിക്കൊണ്ടുവന്ന് വില കൊടുത്തവർക്ക് അറിയൂ, അതിനെ നശിപ്പിക്കാൻ പുതിയ ഉപദേശങ്ങളുമായി പലരും വരുമ്പോൾ അതിനെ തകർത്ത് കളയാൻ മനസ്സില്ലാതെ കാരാഗ്രഹത്തിൻ്റെ കുണ്ടറയുടെ അന്ധകാരത്തിനകത്തും കുണ്ടറയുടെ ഏകാന്തതയിലും ഇവിടെ ഇതാ എപ്പഫ്രാസിൻ്റെ വിഷയം. ഇതാ എപ്പഫ്രാസ് പ്രാർത്ഥിച്ചത്, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണേന്നല്ല, എനിക്ക് നല്ല ഭാവി ഉണ്ടാകണേന്നല്ല, എനിക്ക് വീട് തരണമെന്നല്ല, എനിക്ക് എൻ്റെ അതിര് വിശാലമാകണമെന്നല്ല, എനിക്ക് സ്ഥലം വാങ്ങിക്കണമെന്നല്ല, പിന്നെയോ തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്കും വേർതിരിച്ച് താൻ സ്ഥാപിച്ച കൊലോസ്യ സഭയിലുള്ള ദൈവമക്കൾ തികഞ്ഞവരാകണമെന്ന ഒരു തികഞ്ഞ ആഗ്രഹം തന്നെ ഹൃദയത്തിൻ്റെ അകത്തുണ്ട്. ദൈവഹിതം സംബന്ധിച്ചൊക്കെയും അവർ പൂർണ്ണ അറിവുള്ളവരാകണമെന്ന ചിന്ത അവൻ്റെ മനസ്സിലുണ്ടായിട്ട് ഈ രണ്ട് വിഷയങ്ങളെക്കുറിച്ചാണ് എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്നതെന്ന് പൗലോസ് പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥനയുടെ രണ്ട് വശങ്ങളാണ് നമ്മൾ വായിച്ച വിഷയത്തിലുള്ളത്. ഒന്ന്, അവൻ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചെന്ന അത് ഞാൻ ഓർപ്പിച്ചു. അവൻ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, തികഞ്ഞവരാകണം, ദൈവത്തിൻ്റെ ഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരാകണം. ഇനി പൗലോസ് ഓർപ്പിക്കുകയാ, കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവരെ ഓർപ്പിച്ചുണർത്തുകയാ, ഹേ കൊലോസ്യയിലുള്ള ദൈവമക്കളെ, നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് വീണു പോകരുത്. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു എപ്പഫ്രാസ് ഉണ്ട്, അവൻ്റെ പ്രാർത്ഥനയെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയുടെ രീതി എങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് പൗലോസ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓരോ വിഷയത്തിൻ്റെയും പ്രാധാന്യം അനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രാർത്ഥനയുടെ രീതി മാറേണ്ടത്. ഓരോ വിഷയത്തിൻ്റെയും പ്രാധാന്യം അനുസരിച്ച് നമ്മൾ പ്രാർത്ഥനയുടെ രീതി നാം മാറ്റുന്നവരായി മാറണം. ഇവിടെ എപ്പഫ്രാസിനോട് പൗലോസ് പലവശം ചോദിച്ചു കാണാൻ സാധ്യതയുണ്ട്, എന്തിനാ എപ്പഫ്രാസേ നീ ഇങ്ങനെ കിടന്ന് ഭാരപ്പെടുന്നേ? ഇനി ഞാൻ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരികയാ. എങ്ങനെയാണ് എപ്പഫ്രാസ് പ്രാർത്ഥിച്ചത്, എന്തിനാണ് പ്രാർത്ഥിച്ചതെന്ന് ഞാൻ ഓർപ്പിച്ചു. എപ്പഫ്രാസിനെ കുറിച്ച് പൗലോസ് പറയുകയാ, അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് പ്രധാനമായും 4 പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഈ വായിച്ച 2 വാക്യത്തിൽ നിന്നും ആ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ തന്ന് എൻ്റെ വാക്കുകൾക്ക് ഞാൻ ഇന്ന് പകൽ വിരാമം കുറിക്കാം. ഒന്നാമത്, എപ്പഫ്രാസിൻ്റെ
പ്രാർത്ഥനയുടെ പരമപ്രധാനമായ പ്രത്യേകത എന്തായിരുന്നറിയാമോ? തൻ്റെ പ്രാർത്ഥന, താൻ പ്രാർത്ഥിച്ച തൻ്റെ പ്രാർത്ഥനയുടെ വിഷയത്തിൽ താൻ എങ്ങനെ പ്രാർത്ഥിച്ചു എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഒന്നാമത്തെ ചിന്ത പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ തികഞ്ഞവരും ദൈവികത സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരെ നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. എപ്പോഴും പോരാടുന്നു. ഒന്നാമത് അവൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത, ഹി പ്രേഡ് കോൺസ്റ്റന്റ്ലി, ഇടവിടാതെ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഏകദേശം 2 വർഷത്തോളം ഒരുമിച്ച് കാണുമെന്ന് എൻ്റെ ചിന്ത. പൗലോസ് നോക്കുമ്പോഴും എപ്പോൾ നോക്കിയാലും എപ്പഫ്രാസിനെ കാണാൻ കഴിയുന്നില്ല. കാരണം അകത്ത് തീയ. എന്താ തീ? താൻ സ്ഥാപിച്ചൊരു സഭ ഉപദേശത്തിൽ തകർന്നു പോയിക്കൊണ്ടിരിക്കുമ്പം പൗലോസോടെ പറയുക, നിങ്ങളെ ഓർത്തിട്ട് എപ്പഫ്രാസ് ഹി പ്രേഡ് കോൺസ്റ്റന്റ്ലി, എപ്പോഴും ഇടവിടാതെ. എപ്പഫ്രാസേ, നിനക്ക് ഈ പ്രാർത്ഥനയുടെ മാതൃക കാണിച്ചു തന്നത് ആരാ? എപ്പഫ്രാസിന് പറയാൻ കഴിയും, എഫെസോസിൽ വെച്ച്, തുറന്നോസിൻ്റെ പാഠശാലയിൽ വെച്ച് എന്നെ പഠിപ്പിച്ച വിശ്വാസത്തിലേക്ക് കരം പിടിച്ചു നടത്തിയ പൗലോസ് എന്ന എൻ്റെ ഗുരുനാഥനുണ്ട്. പൗലോസിൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. പൗലോസ് ആവർത്തിച്ച് പറയുന്നുണ്ട്, എപ്പോഴും പ്രാർത്ഥിക്കണം, ഇടവിടാതെ സ്തോത്രം ചെയ്യണം. പറയുക മാത്രമല്ല, ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത ഒരു വ്യക്തി കൂടായിരുന്നു പൗലോസ്. ഇടവിടാതെ പ്രാർത്ഥിക്കാൻ, ഇടവിടാതെ സ്തോത്രം ചെയ്യാൻ പൗലോസ് തൻ്റെ ജീവിതത്തിൽ മാതൃക കാണിച്ചു. പ്രാർത്ഥനയുടെ മാതൃക തൻ്റെ അരുമ ശിഷ്യന്, വിശ്വാസത്തിൽ നിജപുത്രനായ എപ്പഫ്രാസിന് താൻ കാണിച്ചു കൊടുക്കുകയാ. അവിടെ നിന്ന് എപ്പഫ്രാസ് പഠിച്ചത് പൗലോസിൽ നിന്ന്. പൗലോസിനോട് ചോദിക്കണം, പൗലോസേ, ഇടപെടാതെ പ്രാർത്ഥിക്കാൻ നിന്നെ പഠിപ്പിച്ചതാരാ? നീ എവിടെന്നാ ഈ പ്രാർത്ഥന പഠിച്ചത്? പൗലോസിന് പറയാൻ കഴിയും, എൻ്റെ ഗുരുവും എൻ്റെ നാഥനും ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് എനിക്ക് വേണ്ടി വെളിപ്പെട്ട് എന്നെ ഈ വേലയിലേക്ക് വിളിച്ച എൻ്റെ അരുമനാഥനായ ക്രിസ്തു ഉണ്ടല്ലോ, അവനാണ് എന്നെ പ്രാർത്ഥന പഠിപ്പിച്ചത്. ലൂക്കോസ് 18 യേശു പഠിപ്പിച്ച ഒരു ഉപമ ഇങ്ങനെയാണ്, നിങ്ങൾ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതിന്. ലൂക്കോസിൽ യേശു കർത്താവ് ഒരു ഉപമ പറഞ്ഞിട്ട് പറയുക, മടുത്തു പോകാതെ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം. എപ്പോഴുമുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തമ ഉദാഹരണം ഞാൻ ഇന്ന് മകൾ പ്രസംഗിക്കുന്ന എൻ്റെ യേശു കർത്താവ് തന്നെയാണ്. അവനാ മാതൃക കാണിച്ചത്. അവനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? അവൻ രാത്രിയിൽ പ്രാർത്ഥന കഴിച്ചു എന്നല്ല, പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു എന്ന. നമ്മളൊക്കെ രാത്രിയിൽ പ്രാർത്ഥന കഴിക്കാറുണ്ട്, പക്ഷെ എൻ്റെ അരുമനാഥൻ പ്രാർത്ഥനയിൽ രാത്രി കഴിക്കുക, അർത്ഥാൽ രാത്രി മുഴുവൻ അവൻ പ്രാർത്ഥിക്കുന്നവനായി തീർന്നു. അങ്ങനെ ഇടപെടാതെ പ്രാർത്ഥിക്കാനുള്ള മാതൃക പൗലോസിന് യേശു കാണിച്ചു കൊടുത്തു. എപ്പഫ്രാസിന് പൗലോസ് കാണിച്ചു കൊടുത്തു. ഇവിടെ ഇതാ എപ്പഫ്രാസ് ഇടവിടാതെ പ്രാർത്ഥിക്കുക കൊലോസ്യർക്ക് വേണ്ടി. ഒന്നാമത്തെ തൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത, എങ്ങനെ താൻ പ്രാർത്ഥിച്ചു? ഹി പ്രേഡ് കോൺസ്റ്റന്റ്ലി. ഇനി രണ്ടാമത്തെ ചിന്തയിലേക്ക് വരുമ്പോൾ ആ വാക്യത്തിൽ തന്നെയുണ്ട്, നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. രണ്ടാമത്തെ തൻ്റെ പ്രാർത്ഥന, ഹി പ്രേഡ് ഫെർവെന്റ്ലി, ലേബറിംഗ് ഫെർവെന്റ്ലി, പോരാടി പ്രാർത്ഥിച്ചു. സത്യത്തിൽ ആ വാക്ക് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം എങ്ങനെയാണ്? ആഗണൈസിങ് എന്ന അർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ തീവ്രവേദനയോടെ പോരാടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തീവ്രവേദനയോടെ, ഹൃദയത്തിൻ്റെ ഭാരത്തോടെ, തകർന്ന മനസ്സോടെ, സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറം വേദനയോടെ പ്രാർത്ഥിക്കുന്ന എപ്പഫ്രാസ്. ഇതേ പദം തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ ഗെഥസമന തോട്ടത്തിൽ വെച്ച് നമ്മുടെ യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവൻ പ്രാണവേദനയിലായി. പ്രാണവേദനയെ പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് അറിയാമോ? ദൈവമേ, ഈ പാനപാത്രമെങ്കിൽ നിന്ന് മാറ്റണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം വെളിപ്പെടുത്താൻ, തിരുഹിതം യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ യേശു കർത്താവ് ഇവിടെ പ്രാണവേദനയിലായി പ്രാർത്ഥിക്കുകയാണ്. അതേ ഫ്രൈസ് തന്നെയാണ്, അതേ പദം തന്നെയാണ് എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് പൗലോസ് ഇവിടെ പറയുന്നത്. അവൻ പോരാടി പ്രാർത്ഥിക്കുകയാ, അവൻ വേദനയോടെ പ്രാർത്ഥിക്കുകയാ. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? യേശു പ്രാർത്ഥിച്ചത് യേശുവിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണെങ്കിൽ എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്നത് കൊലോസ്യ ദൈവസഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി, അവർ ദൈവഗീതം തിരിച്ചറിയാൻ വേണ്ടി ഇവിടെ ഇതാ അവൻ പ്രാർത്ഥിക്കുകയാ, ലേബറിംഗ് ഫെർവെന്റ്ലി.
ആ പദത്തിന് കൊടുത്തിരിക്കുന്ന ആഗണൈസിൻ, തീവ്ര വേദനയോടെ. ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന യഥാർത്ഥ പദത്തിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ഒരു കളിക്കാരൻ ഒരു കളിക്കളത്തിൽ തൻ്റെ സകല എഫേർട്ടും എടുത്ത് വിജയത്തിനു വേണ്ടി പോരാടുന്നത് പോലെ, വിജയത്തിനു വേണ്ടി പരിശ്രമിക്കുന്നത് പോലെ ഇവിടെ ഇതാ പ്രാർത്ഥനാ മുറിയിലിരുന്ന് എപ്പഫ്രാസ് പോരാടുകയാ. ഒരു കളിക്കളത്തിൽ കളിക്കാരൻ കളിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തൻ്റെ ശരീരം മുഴുവൻ വേർത്ത് ഒഴുകി താൻ ഒന്നും നോക്കാതെ വീണാലും എഴുന്നേറ്റ് പോരാടി എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന ആഗ്രഹത്തോടെ ഒരു കളിക്കാരൻ പ്രാണവേദനയോടെ യേശു പ്രാർത്ഥിച്ചതുപോലെ, ഒരു കളിക്കാരൻ കളിസ്ഥലത്ത് പ്രാർത്ഥിക്കുന്നത് പോലെ ഇവിടെ എപ്പഫ്രാസ് പോരാടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാ. ഈ ആത്മഭാരം, ഈ പ്രാർത്ഥനയുടെ ശൈലി അനുവർത്തമാക്കാൻ, ജീവിതത്തിൽ അനുവർത്തമാക്കാൻ കഴിയുന്ന എത്ര എപ്പഫ്രാസുമാർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ഈ തലമുറയിൽ ദൈവസഭയുടെ മൂല്യച്യുതി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, ദൈവസഭയ്ക്ക് ആവശ്യം പോരാടി പ്രാർത്ഥിക്കുന്ന, പ്രാണവേദനയോടെ പ്രാർത്ഥിക്കുന്ന എപ്പഫ്രാസുമാരെയാണ് നമ്മുടെ സഭകൾക്ക് ആവശ്യം. നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിന് ആവശ്യം പോരാടി പ്രാർത്ഥിക്കുന്ന എപ്പഫ്രാസുമാരെയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയിൽ എപ്പഫ്രാസുമാർ എഴുന്നേൽക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ എപ്പഫ്രാസുമാർ എഴുന്നേൽക്കട്ടെ. നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ തിരുഹിതം തിരിച്ചറിയാനായി എപ്പഫ്രാസ് ഇതാ പ്രാർത്ഥനയിൽ പോരാടുകയാണ്. എന്താ തന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത? എങ്ങനെയാ താൻ പ്രാർത്ഥിച്ചത്? ഹി പ്രേഡ് ഫെർവെന്റ്ലി, ഹി പ്രേഡ് കോൺസ്റ്റന്റ്ലി. ഈ രണ്ട് പ്രത്യേകത. ഇനി മൂന്നാമത്തെ പ്രത്യേകതയിലേക്ക് ഞാൻ പോകാം. ഹി പ്രേഡ് പേഴ്സണലി. തനിക്ക് ഒരുപാട് വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി പൗലോസ് നോക്കുമ്പം എപ്പോഴും കൊലോസ്യ ദൈവമക്കളെ കുറിച്ച് പ്രാർത്ഥിക്കാനേ എപ്പഫ്രാസിന് നേരമുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റു വിഷയങ്ങൾക്കൊന്നും തന്നെ ബോധർ ചെയ്യുന്നില്ല, മറ്റു വിഷയങ്ങളൊന്നും തന്നെ അസ്വസ്ഥനാക്കുന്നില്ല. ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചിലരുടെ തകർച്ച, ചില സഭകളെക്കുറിച്ചുള്ള, സഭയുടെ മൂല്യച്യുതിയെക്കുറിച്ചുള്ള ഒരു ഭാരം നമ്മെ ബോധർ ചെയ്യുന്നുണ്ടോ? നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നുണ്ടോ? ചില പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി സകല സഭകളെയും നന്നാക്കണമെന്നല്ല, ചില പ്രത്യേക സഭകൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ, പേഴ്സണലായിട്ട്, വ്യക്തിപരമായിട്ട്, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ നിയോഗമേറ്റെടുക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ ഈ സന്ദേശം ഇന്ന് മകൾ കേൾക്കുന്നുണ്ട്. ഹി പ്രേഡ് കോൺസ്റ്റന്റ്ലി, ഹി പ്രേഡ് ഫെർവെന്റ്ലി, ഹി പ്രേഡ് പേഴ്സണലി. വ്യക്തിപരമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒടുവിലത്തെ പദം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. അവൻ്റെ പ്രാർത്ഥനയുടെ നാലാമത്തെ പ്രത്യേകത, വാക്യം 13. നിങ്ങൾ ലവോദിക്കക്കാർക്കും ഹിരപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നതിന് ഞാൻ സാക്ഷി. ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, ലവോദിക്കയും ഹീരപ്പൊലി ചർച്ചും എപ്പഫ്രാസ് സ്ഥാപിച്ചതാണ്. കൊലോസ്യ സഭയിൽ മാത്രമല്ല, ഇവിടെ ഇതാ ദുരുപദേശത്തിന്റെ വിത്തുകൾ മെല്ലെ മെല്ലെ ഹീരപ്പൊലിയിലും ലവോദിക്ക സഭയിലും വളരാൻ തുടങ്ങി. അതിന്റെ ഭാരം താൻ അകത്ത് വെച്ചിട്ട് നാലാമതൻ പ്രാർത്ഥിക്കുക. ഹി പ്രേഡ് സാക്രിഫിഷ്യലി. ത്യാഗപരമായി താൻ പ്രാർത്ഥിക്കുക. കൊടുത്തിരിക്കുന്ന പദം എങ്ങനെയാണ്? ഗ്രേറ്റ് സീൽ ഓർ മച്ച് ഡിസ്ട്രസ്. താൻ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് പൗലോസ് പറയുക, ഞാൻ സാക്ഷിയാണെന്ന്. പൗലോസ് പല സമയങ്ങളിലും കേൾക്കുന്ന ശബ്ദം എന്നറിയാമോ? പ്രാർത്ഥന മുറിയിൽ നിന്ന് കരയുന്ന എപ്പഫ്രാസിൻ്റെയാ, ത്യാഗപൂർണമായി പ്രാർത്ഥിക്കുന്ന എപ്പഫ്രാസിന്റെ കരച്ചില. എന്താ തൻ്റെ വിഷയം? ഒറ്റ വിഷയമുള്ളൂ, കൊലോസിയ സഭ ദൈവഹിതം തിരിച്ചറിഞ്ഞ് നിലനിൽക്കണം. അവർ തികഞ്ഞവരായി നിൽക്കണം. ദുരുപദേശത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് ആദ്യം അവർക്കുണ്ടായിരുന്ന പ്രത്യാശയിലേക്കും, ആദ്യം അവർക്കുണ്ടായിരുന്ന സ്നേഹത്തിലേക്കും, ആദ്യം അവർക്കുണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ നല്ല അനുഭവങ്ങളിലേക്കും ദൈവസഭ മടങ്ങി വരണമെന്നായിരുന്നു എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എൻ്റെ സന്ദേശം കേൾക്കുന്ന എത്ര ദൈവമക്കൾക്ക്, എത്ര പ്രിയപ്പെട്ടവർക്ക് ഇന്ന് പകലിൽ ഒരു നിയോഗം ഏറ്റെടുക്കാൻ കഴിയും? തകർന്നുകൊണ്ടിരിക്കുന്ന, മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഭകളെ നോക്കിയിട്ട് എപ്പഫ്രാസ് പ്രാർത്ഥിച്ചതുപോലെ എപ്പോഴും പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് കഴിയും? എപ്പോഴും പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക്, പോരാടി പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് കഴിയും? നമ്മുടെ അരിമനാഥനായ ക്രിസ്തു ഗതസമനയിൽ ദൈവഹിതം തിരിച്ചറിയാൻ പ്രാർത്ഥനയിൽ പ്രാണവേദനയിലായതുപോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ, വ്യക്തിപരമായ ചില സഭകളുടെ പേര് പറഞ്ഞുകൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന, ദുരുപദേശം പിടിച്ചുകൊണ്ടിരിക്കുന്ന ചില സഭകളുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് കഴിയും? നാലാമത്,
ഞാൻ ഓർപ്പിച്ചല്ലോ, ത്യാഗപൂർണമായി. ഹി പ്രേഡ് സാക്രിഫിഷ്യലി, ത്യാഗപൂർണമായി വില കൊടുക്കുക. വിജയങ്ങൾ കാണാൻ ഞാനും നിങ്ങളും പ്രാർത്ഥനയിൽ വില കൊടുക്കണം. വിജയങ്ങൾ കാണാൻ ഞാനും നിങ്ങളും പ്രാർത്ഥനയിൽ വില കൊടുക്കണം. മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥനയിൽ വില കൊടുക്കണം, ദൈവസഭയുടെ നിലനിൽപ്പിന് വേണ്ടി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകലും എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, എപ്പഫ്രാസിനെ പോലെ ഈ തലമുറയിൽ ദൈവത്തിൻ്റെ നിയോഗം ഏറ്റെടുക്കാൻ കഴിയുന്ന എത്ര ദൈവമക്കളുണ്ട്. തകർന്നുകൊണ്ടിരിക്കുന്ന സഭകൾക്ക് വേണ്ടി, തകർന്നുകൊണ്ടിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി, ദൈവഹിതം തിരിച്ചറിയാതെ വഴി തെറ്റിപ്പോകുന്ന നമ്മുടെ തലമുറകളെ ഓർത്ത്, നമ്മുടെ കുടുംബങ്ങളിലെ തലമുറകളെ ഓർത്ത്, സഭകളിലെ തലമുറകളെ ഓർത്ത് ഇന്ന് പകൽ എപ്പഫ്രാസ് പ്രാർത്ഥിച്ചതുപോലെ ഇടവിടാതെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? പോരാടി പ്രാർത്ഥിക്കാൻ കഴിയുമോ? വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ കഴിയുമോ? ത്യാഗപൂർണമായി പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ അറിവുമുള്ളവരായി തീരണം. ഇന്ന് പകൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാ. ഈ ശബ്ദ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രാർത്ഥനയുടെ നിയോഗം നിങ്ങളുടെ പരമാർത്ഥ മനസ്സിലേക്ക് കൈമാറുകയാണ്. തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല. കൊലോസ്യ സഭയെ കാണുന്നതിന് ദുരുപദേശത്തിൻ്റെ വിത്തുകൾ നമ്മുടെ ആധുനിക സഭയ്ക്കകത്തും പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ എത്ര എപ്പഫ്രാസുമാർ ഈ സന്ദേശം കേട്ടെഴുന്നേൽക്കും? നമ്മുടെ സഭകൾക്കാവശ്യം കരയുന്ന എപ്പഫ്രാസുമാരെയാണ്. നമ്മുടെ സഭകൾക്കാവശ്യം പോരാടി പ്രാർത്ഥിക്കുന്ന എപ്പഫ്രാസുമാരെയാണ്. നമ്മുടെ സഭകൾക്കാവശ്യം നിലവിളിക്കുന്ന, ത്യാഗപൂർണമായി പ്രാർത്ഥിക്കുന്ന എപ്പഫ്രാസുമാരെയാണ്. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്നത് യുവക്കളെ, ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് തരാം. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരാൻ പ്രാർത്ഥിക്കുന്ന എപ്പഫ്രാസിന്റെ ചിത്രം നോക്കിയിട്ട്, എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയെ കണ്ടിട്ട് അപ്പുറത്ത് മാറിയിരുന്ന് കൊലോസ്യർക്ക് ലേഖനം എഴുതുന്ന പൗലോസ് നമുക്ക് നൽകുന്ന സന്ദേശമുണ്ട്, നമ്മോട് വിളിച്ചു പറയുന്ന സന്ദേശമുണ്ട്. നിങ്ങളും ഈ തലമുറയിൽ ഒരെപ്പഫ്രാസായി മാറുക. നിങ്ങളും ഈ തലമുറയിൽ ഒരെപ്പഫ്രാസായി മാറുക. എപ്പോഴും പ്രാർത്ഥിക്കുന്ന, പോരാടി പ്രാർത്ഥിക്കുന്ന, വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന, വില കൊടുത്ത് ത്യാഗപൂർണമായി പ്രാർത്ഥിക്കുന്ന എപ്പഫ്രാസുമാരെ ഈ തലമുറയിൽ ദൈവം തരുന്നു. ഞാൻ റെഡിയാണെന്ന് പറയാൻ തയ്യാറാകുന്നെങ്കിൽ പ്രാർത്ഥനയോടെ ഈ വചനത്തിന് മുമ്പിൽ ഏൽപ്പിക്കാം. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ ഇന്നു പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ.